നിങ്ങളെ എപ്പോഴെങ്കിലും ചിന്തിപ്പിച്ചിട്ടുണ്ടോ? അതായത് ഈ ഡെത്ത് വാലി പോലെയുള്ള ഭയങ്കര വരണ്ട മരുഭൂമികളിൽ ദശാബ്ദങ്ങളോളം മഴ പെയ്യാതിരുന്നിട്ടും പെട്ടെന്നൊരു മഴ പെയ്യുമ്പോൾ അവിടെ ലക്ഷക്കണക്കിന് പൂക്കൾ വിരിയുന്നതെങ്ങനെയാണെന്ന്. അതൊരു വലിയ അത്ഭുതം തന്നെയാണ് ശരിക്കും. അതെ, നമ്മൾ പൂർണ്ണമായും മരിച്ചുവെന്ന് കരുതുന്ന ആ ചുട്ടുപൊള്ളുന്ന മണ്ണിൽ എന്താ പറയാ, ശരിക്കും ജീവൻ വെറുതെ ഒളിച്ചിരിക്കുക മാത്രമാണ്. അപ്പോൾ ഈ ഒരു പ്രതിഭാസം വെറുമൊരു പ്രകൃതിയിലെ അത്ഭുതം മാത്രമല്ല, മറിച്ച് നമ്മൾ മനുഷ്യരുടെ ജീവനെയും മരണത്തെയും കുറിച്ചുള്ള ഏറ്റവും വലിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണെങ്കിലോ? അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ ചിന്തയാണ്. അല്ലേ? നമ്മൾ ഇന്നത്തെ ഡീപ് ഡൈവിൽ പരിശോധിക്കാൻ പോകുന്നത് ഡിവൈൻ റെസ്റ്റോറേഷൻ ലൈഫ് ഫ്രം ദി ബാരനത്ത് എന്ന സോഴ്സിലെ വളരെ ചെറിയൊരു ഭാഗമാണ്. അതിൽ സൂറ ഫുസിലത്ത് 41.39 എന്ന ഒരൊറ്റ വചനം ശാസ്ത്രത്തെയും തത്വശാസ്ത്രത്തെയും എങ്ങനെയാണ് കൂട്ടിയിണക്കുന്നതെന്നാണ് നമ്മളിന്ന് ആഴത്തിൽ അന്വേഷിക്കുന്നത്. എന്താന്ന് വെച്ചാൽ, നമ്മൾ നിത്യവും കാണുന്ന ഒരു കാഴ്ചയെ എത്രത്തോളം ആഴത്തിൽ വിശകലനം ചെയ്യാമെന്നതാണ്. നമ്മളിപ്പോ സാധാരണയായി ഒരു വരണ്ട ഭൂമിയെ അല്ലെങ്കിൽ വിണ്ടുകീറിയ മണ്ണിനെ ഒരു വലിയ അവസാനമായിട്ടാണ് കാണുന്നത്, ഒന്നും അവശേഷിക്കാത്ത ഒരു ശൂന്യത. എന്നാൽ ഈ സോഴ്സ് നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ ആ ബേസിക്കായ ധാരണയെ തിരുത്താനാണ്. അതായത് നമ്മൾ കാണുന്ന ആ ശൂന്യത അന്തിമമായ ഒരു യാഥാർത്ഥ്യമല്ല എന്നാണോ? അതെ, കൃത്യമായിട്ട്. അതൊരു അവസാനമല്ല, മറിച്ച് വലിയൊരു മാറ്റത്തിന്റെ തുടക്കം മാത്രമാണെന്നതാണ് ഇതിലെ കാതലായ ആശയം. നിങ്ങൾ കാണുന്ന ആ ശൂന്യത ശരിക്കും ഒരു പ്രിപ്പറേഷനാണ്. ഇവിടെയാണ് എനിക്ക് ആദ്യത്തെ ഒരു സംശയം തോന്നുന്നത്. അതായത് ഈ വചനം തുടങ്ങുന്നത് ആ വരണ്ട ഭൂമിയെ ഒരു ദൃഷ്ടാന്തം അല്ലെങ്കിൽ അടയാളമായി അവതരിപ്പിച്ചുകൊണ്ടാണ്. ശരിയാണ്. സാധാരണയായി നമ്മളൊരു പോസിറ്റീവായ അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം പറയാൻ തുടങ്ങുമ്പോൾ എന്തിനാണ് തികച്ചും വരണ്ടുണങ്ങിയ ജീവനില്ലാത്തൊരു ഭൂമിയുടെ ചിത്രം ആദ്യം തന്നെ ഒരു അടയാളമായി കാണിക്കുന്നത്? നല്ലൊരു ചോദ്യമാണ്. ഞാൻ എൻ്റെ സ്വന്തം ജീവിതത്തിലെ ചില വരണ്ട അവസ്ഥകളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. യാതൊരു പ്രതീക്ഷയുമില്ലാത്ത ശൂന്യമായ ചില നിമിഷങ്ങൾ. അവയെ ഒരു നല്ല അടയാളമായി ഞാൻ ഒരിക്കലും കാണാറില്ല. ഇത് കുറച്ച് നിരാശാജനകമായ ഒരു തുടക്കമല്ലേ? ഒറ്റ നോട്ടത്തിൽ അങ്ങനെ തോന്നാമെങ്കിലും ഇതിന്റെ മനഃശാസ്ത്രം വളരെ വ്യത്യസ്തമാണ്. ഒരു മാറ്റത്തിന്റെ യഥാർത്ഥ വ്യാപ്തി നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ അതിന്റെ തുടക്കം എത്രത്തോളം ശൂന്യമായിരുന്നു എന്ന് നിങ്ങൾ അറിയണം. കോൺട്രാസ്റ്റ്. അതെ, കൃത്യം. പൂർണ്ണമായും ഇരുട്ടുള്ള ഒരു മുറിയിലല്ലേ ഒരു ചെറിയ മെഴുകുതിരിയുടെ വെളിച്ചത്തിന് പോലും ഏറ്റവും കൂടുതൽ തിളക്കമുണ്ടാവുക? മനുഷ്യന്റെ തലച്ചോറ് എപ്പോഴും കോൺട്രാസ്റ്റുകളെ, അതായത് വിപരീതങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ശരിയാണ്. യാതൊരു പ്രതീക്ഷയുമില്ല എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്ന ഒരിടത്തു നിന്നും ഒരു ജീവൻ തുടിക്കുമ്പോഴാണ് ആ മാറ്റമുണ്ടാക്കിയ ശക്തിയുടെ യഥാർത്ഥ വലിപ്പം നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. ഈ ഉണങ്ങിയ ഭൂമി എന്നത് നിരാശയല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു അത്ഭുതത്തിന്റെ പശ്ചാത്തലമൊരുക്കലാണ്. അതായത് ഇരുട്ട് എത്രത്തോളം കനത്തതാണോ പ്രഭാതത്തിന് അത്രത്തോളം ഭംഗിയുണ്ടാകുന്നതുപോലെ. അതെ, അതുതന്നെ. പക്ഷേ വെറുമൊരു നിശ്ചലമായ അവസ്ഥയേക്കാൾ ഉപരിയായി ആ മണ്ണിൽ എന്തൊക്കെയോ കാര്യമായി നടക്കുന്നുണ്ട് എന്നീ വരികൾ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. ഈ വരൾച്ചയ്ക്ക് ശേഷം മഴ പെയ്യുമ്പോഴുള്ള മാറ്റത്തെക്കുറിച്ച് ഈ സോഴ്സ് പറയുന്നത് വെറുതെ അവിടെ ചെടികൾ വളരുന്നു എന്നല്ല. പിന്നെന്താണ് പറയുന്നത്? അതിൽ പറയുന്നത് ഭൂമി ഇളകുകയും വളരുകയും അല്ലെങ്കിൽ വികസിക്കുകയും ചെയ്യുന്നുവെന്നാണ്. ഞാൻ ഈ വാക്കുകൾ വായിച്ചപ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നി. വെറുമൊരു മണ്ണിൽ എന്തിനാണ് ഇത്രയും സജീവമായ വാക്കുകൾ ഉപയോഗിക്കുന്നത്? വാക്കുകളുടെ കൃത്യതയാണ് നമ്മളെ ശരിക്കും ചിന്തിപ്പിക്കേണ്ടത്. ഇവിടെ നമ്മൾ ശാസ്ത്രത്തിലേക്ക്, പ്രത്യേകിച്ച് ജീവശാസ്ത്രത്തിലേക്ക് ഒന്ന് കടക്കേണ്ടതുണ്ട്. ബയോളജി. അതെ, ഇളകുകയും വികസിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതൊരു രൂപകം മാത്രമല്ല, ഭൗതികമായി തന്നെ ആ മണ്ണിൽ സംഭവിക്കുന്നത് അതാണ്. വരണ്ടുണങ്ങിയ മണ്ണിലേക്ക് വെള്ളമെത്തുമ്പോൾ അവിടെയുള്ള വിത്തുകൾക്കും സൂക്ഷ്മാണുക്കൾക്കും സംഭവിക്കുന്ന മാറ്റം വളരെ സജീവമായ ഒന്നാണ്. നമ്മളിതിനെ ആൻഹൈഡ്രോബയോസിസ് പോലെയുള്ള പ്രതിഭാസങ്ങളോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഒരു മിനിറ്റ്, ആൻഹൈഡ്രോബയോസിസ് അതായത് ജലാംശമില്ലാത്ത അവസ്ഥയാണോ? അതെ, ജലാംശം തീരെ ഇല്ലാത്ത അവസ്ഥയിൽ ജീവജാലങ്ങൾ തങ്ങളുടെ ഉപാപചയ പ്രവർത്തനങ്ങൾ, അതായത് മെറ്റബോളിസം, ഏതാണ്ട് പൂർണ്ണമായും നിർത്തിവെക്കുന്ന അവസ്ഥയാണത്. എനിക്കിത് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിലെ സിപ്പ് ഫയലുകളെയാണ്. സിപ്പ് ഫയൽ, അതൊരു രസകരമായ ഉപമയാണല്ലോ. അതെ, അതായത് വലിയൊരു ഫയലിനെ നമ്മൾ കംപ്രസ് ചെയ്ത് വളരെ ചെറിയൊരു ഫയലാക്കി മാറ്റുന്നു. അതിൽ യാതൊരു അനക്കവുമില്ല, അത് തുറക്കാൻ കഴിയില്ല. എന്നാൽ അതിന് അനുയോജ്യമായൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അത് എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിൽ നിന്ന് വലിയ ഡാറ്റകൾ പുറത്തേക്ക് വരുന്നു.
വരണ്ട മണ്ണിലെ ആ വിത്തുകൾ ഈ സിപ്പ് ഫയലുകൾ പോലെയും ജലമെന്ന ഉത്തേജകം അത് തുറക്കാനുള്ള സോഫ്റ്റ്വെയർ പോലെയുമാണോ പ്രവർത്തിക്കുന്നത്? വളരെ കൃത്യമായ ഉപമയാണിത്. ശരിക്കും ആ വിത്തുകൾക്കുള്ളിലെ ഹൈഗ്രോസ്കോപ്പിക് കോശങ്ങൾ ഈ ജലത്തെ വലിച്ചെടുക്കുമ്പോൾ അവ ഭൗതികമായി തന്നെ വികസിക്കുന്നു. ഓ, അപ്പോ അവിടെ ശരിക്കും ഒരു അനക്കം നടക്കുന്നുണ്ട്. തീർച്ചയായും. വർഷങ്ങളായി നിർജീവമായി കിടന്ന എൻസൈമുകൾ പെട്ടെന്ന് സജീവമാകുന്നു. മണ്ണിലെ സൂക്ഷ്മാണുക്കളുടെ ലോകം ഉണരുന്നു. അതൊരു വളരെ സജീവവും ചിലപ്പോൾ അക്രമാസക്തവുമായ രാസപ്രക്രിയയാണ്. എന്റെമ്മോ, അപ്പോ ആ മണ്ണ് ശരിക്കും പ്രതികരിക്കുകയാണ്. അതെ, അതിന്റെ വർഷങ്ങളായുള്ള മരവിപ്പ് അത് കുടഞ്ഞെറിയുന്നു. അതുകൊണ്ടാണ് ഭൂമി ഇളകുന്നു എന്ന പ്രയോഗം അത്രത്തോളം ശാസ്ത്രീയമാകുന്നത്. അത് വെറുമൊരു പാത്രമല്ല, അതൊരു സജീവമായ മാട്രിക്സാണ്. അതായത് ജീവൻ അവിടെ ഇല്ലായിരുന്നില്ല, മറിച്ച് ഈ പറയുന്ന എക്സ്ട്രാക്ട് ചെയ്യാനുള്ള കൃത്യമായ ഉത്തേജകത്തിനായി അത് കാത്തിരിക്കുകയായിരുന്നു. കൃത്യം. അപ്പോൾ ഭൗതികമായ ഈ മാറ്റം വെറുമൊരു ജീവശാസ്ത്രപരമായ അത്ഭുതം മാത്രമല്ല. ഇതിനെ ഒരു തെളിവായി എടുത്തുകൊണ്ട് മനുഷ്യയുക്തിയെ എക്കാലത്തും കുഴക്കിയൊരു വലിയ അസ്തിത്വപരമായ ചോദ്യത്തിലേക്കാണ് ഈ സോഴ്സ് നമ്മളെ കൊണ്ടുപോകുന്നത്. അതെ, അതൊരു വലിയ ഷിഫ്റ്റാണ്. കാരണം തൊട്ടടുത്ത വരിയിൽ പറയുന്നത് അതിന് ജീവൻ നൽകിയവൻ മരിച്ചവർക്കും ജീവൻ നൽകുന്നവൻ തന്നെയാണ് തീർച്ചയെന്നാണ്. ഒരു നിമിഷം, എനിക്കിവിടെ ചെറിയൊരു സംശയമുണ്ട്. നമ്മളിപ്പോൾ ശാസ്ത്രീയമായി തന്നെ പറഞ്ഞു, മണ്ണിൽ കിടക്കുന്ന വിത്തുകൾ ഗാഢനിദ്രയിലാണെങ്കിലും അവ മരിച്ചിട്ടില്ല, അവയ്ക്ക് ജീവനുണ്ട് എന്ന്. അതെ, നമ്മൾ അങ്ങനെയാണ് പറഞ്ഞത്. എന്നാൽ ഈ സോഴ്സ് പ്രകൃതിയിലെ ഈ പ്രതിഭാസത്തെ പൂർണ്ണമായും മരിച്ചവർക്ക് ജീവൻ നൽകുന്നതുമായി, അതായത് റെസറക്ഷനുമായാണ് താരതമ്യം ചെയ്യുന്നത്. ഇതൊരു തെറ്റായ ഉപമയല്ലേ? ഓ, അതൊരു കിടിലൻ ചോദ്യമാണ്. ജീവനുള്ള ഒന്നുണരുന്നതും പൂർണ്ണമായും മരിച്ച ഒരാൾക്ക് വീണ്ടും ജീവൻ ലഭിക്കുന്നതും തികച്ചും വ്യത്യാസമായ കാര്യങ്ങളല്ലേ? ഈ യുക്തി എങ്ങനെയാണ് ഇവിടെ ശരിയാകുന്നത്? ആദ്യ കാഴ്ചയിൽ ഇതൊരു യുക്തിപരമായ പൊരുത്തക്കേടായി തോന്നാം. എന്നാൽ നമ്മൾ ഇതിന് വിശകലനം ചെയ്യേണ്ടത് കേവലം സൂക്ഷ്മദർശിനിയിലൂടെ കാണുന്ന ശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ മാത്രമല്ല, മറിച്ച് ഒരു വലിയ തത്വശാസ്ത്രപരമായ തലത്തിൽ നിന്നുമാണ്. ഓക്കെ, അതായത് സയൻസിനപ്പുറം ഒരു ചിന്ത. അതെ. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ ആശയങ്ങൾ ആദ്യമായി അവതരിപ്പിക്കപ്പെടുമ്പോൾ മനുഷ്യന് വിത്തുകളുടെ ഗാഢനിദ്രയെക്കുറിച്ചോ ഹൈഗ്രോസ്കോപ്പിക് കോശങ്ങളെക്കുറിച്ചോ യാതൊരു അറിവുമില്ല. ശരിയാണ്, അന്നത്തെ ആൾക്കാർക്ക് അതൊന്നും അറിയില്ലല്ലോ. അവരുടെ കണ്ണിൽ പൊടിയായി മാറിയ ആ വരണ്ട ഭൂമി പൂർണ്ണമായും മരിച്ചതാണ്. ആ മൃതമായ ഭൂമിയിൽ നിന്നാണ് പച്ചപ്പ് ഉയർന്നുവരുന്നത്. അതായത് നിരീക്ഷണാത്മകമായ തലത്തിൽ, ഒരു ഫിനോമിനോളജിക്കൽ പെർസ്പെക്റ്റീവിൽ പൂർണ്ണമായും ജീവനില്ലാത്ത ഒന്നിൽ നിന്നും ജീവൻ ഉണ്ടാകുന്നതായിട്ടാണ് അവർ കാണുന്നത്. ഓക്കെ, അവരുടെ കാഴ്ചപ്പാടിൽ അത് മരിച്ചതായിരുന്നു എന്നെനിക്ക് മനസ്സിലാക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ അവ മരിച്ചിട്ടില്ലല്ലോ. ആ വ്യത്യാസം അവിടെ നിലനിൽക്കുന്നില്ലേ? നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അവിടെയാണ് ഈ രൂപകത്തിന്റെ യഥാർത്ഥ ശക്തി ഒളിഞ്ഞിരിക്കുന്നത്. ഇത് കേവലം ഉറങ്ങുന്ന വിത്ത് ഉണരുന്നു എന്നതല്ല, മറിച്ച് ഈ പ്രക്രിയയ്ക്ക് പിന്നിലുള്ള സങ്കീർണതയെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ്. സങ്കീർണത എന്ന് പറയുമ്പോൾ? അതായത് ഒരു വിത്ത് 100 കണക്കിന് വർഷങ്ങൾ ജീവന്റെ ഒരു തുടിപ്പും പുറത്തു കാണിക്കാതെ ഒരു പൊടിപടലം പോലെ നിലനിൽക്കുകയും അനുകൂലമായ സാഹചര്യത്തിൽ കൃത്യമായി ഉണർന്നെഴുന്നേൽക്കുകയും ചെയ്യണമെങ്കിൽ എത്രത്തോളം സങ്കീർണമായ ഒരു സംവിധാനമാണ് അതിനുള്ളിൽ രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നത്? അത് ഭയങ്കര കോംപ്ലക്സ് ആണ്. ഉദാഹരണത്തിന്, ഇസ്രയേലിലെ മസാഡയിൽ നിന്ന് കണ്ടെടുത്ത 2000 വർഷം പഴക്കമുള്ള ഒരു ഈന്തപ്പഴത്തിന്റെ വിത്ത് ശാസ്ത്രജ്ഞർ മുളപ്പിച്ചെടുത്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. 2000 വർഷം. എന്റെ അമ്മോ, അതെ, ആ വാർത്ത ഞാൻ വായിച്ചിരുന്നു. അതൊരു അവിശ്വസനീയമായ കാര്യമായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ, ജീവനെ ഒരു പൊടിപടലത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ സുരക്ഷിതമായി ഒളിപ്പിച്ചുവെക്കാൻ ജീവശാസ്ത്രത്തിന്റെ ഇത്രയും സൂക്ഷ്മമായ ഒരു സംവിധാനം ഒരുക്കാൻ കഴിയുന്ന ഒരു ഡിസൈനർക്ക്, അല്ലെങ്കിൽ ഒരു ശക്തിക്ക്, പൂർണ്ണമായും മണ്ണായി മാറിയ മനുഷ്യ ശരീരത്തിലെ ഘടകങ്ങളെ കൂട്ടിച്ചേർത്ത് വീണ്ടും ജീവൻ നൽകുക എന്നത് തികച്ചും യുക്തിസഹമായ ഒരു കാര്യമല്ലേ എന്നാണ് ഈ വരികൾ ചോദിക്കുന്നത്. ആഹാ, അപ്പോൾ ഇതൊരു ആർഗ്യുമെന്റ് ഫ്രം ലെസർ ടു ഗ്രേറ്റർ ആണല്ലേ? ചെറിയ കാര്യത്തിൽ നിന്ന് വലിയ കാര്യത്തിലേക്കുള്ള യുക്തി. വളരെ ശരിയാണ്. മനുഷ്യന്റെ പരിമിതമായ അറിവുകൊണ്ട് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന് വെറുമൊരു സാധാരണ പ്രക്രിയ മാത്രമാണ് എന്ന് ഇത് സമർത്ഥിക്കുന്നു. ഇപ്പോൾ എനിക്ക് ആ ബന്ധം കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. അതായത് മരണമെന്ന അവസ്ഥയെക്കുറിച്ചുള്ള നമ്മുടെ ബേസിക്കായ മുൻവിധികളെ ഇത് തിരുത്തുകയാണ്. അതെ. നമ്മൾ നിത്യവും കാണുന്ന പ്രകൃതിയിലെ മാറ്റങ്ങൾ വെറും കാലാവസ്ഥാ മാറ്റങ്ങളല്ല, മറിച്ച് നമ്മുടെ തന്നെ വലിയ അസ്തിത്വപരമായ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ദിവസവും നമ്മുടെ കൺമുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുകയാണല്ലേ? തീർച്ചയായും.
വിത്തുകൾക്ക് ജീവൻ നൽകുന്ന ആ ഉത്തേജകത്തിന്റെ പ്രവർത്തന രീതി മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മനുഷ്യന്റെ പുനർജന്മവും അതുപോലെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നായി മാറുന്നു. അതെ, മനുഷ്യന്റെ മരണത്തെ ഒരിക്കലും പരിഹരിക്കാനാവാത്ത വലിയൊരു രഹസ്യമായി കാണേണ്ടതില്ല എന്നാണ് ഈ വരികൾ പറയുന്നത്. മരണാനന്തര ജീവിതമെന്ന മനുഷ്യന്റെ സങ്കീർണവും ചിലപ്പോൾ ഭയപ്പെടുത്തുന്നതുമായ ചിന്തയെ വളരെ ലളിതമായി നമ്മൾ നിത്യവും കാണുന്ന പ്രകൃതിയുമായി ബന്ധിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതൊരു വലിയ റിലീഫാണ് ശരിക്കും. അതെ, ഭൗതിക ലോകത്തെ ഭരിക്കുന്ന നിയമങ്ങൾ തന്നെയാണ് അദൃശ്യമായ ആത്മീയ ലോകത്തെയും ഭരിക്കുന്നത് എന്നൊരു വലിയ ആശയം ഇതിലുണ്ട്. എന്നിട്ട് ഈ ചെറിയ വചനം അതിന്റെ അവസാനത്തെ ആ വലിയ പ്രഖ്യാപനത്തിലേക്ക് കടക്കുകയാണ്. അതായത് ഈ ചർച്ചയുടെ എല്ലാം കേന്ദ്രബിന്ദുവിലേക്ക്. എന്താണത്? തീർച്ചയായും അവൻ ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു എന്ന അവസാന വരിയോടെയാണ് ഈ ഭാഗം പൂർണ്ണമാകുന്നത്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ മഴ, വിത്തുകൾ, മണ്ണിലെ മാറ്റങ്ങൾ, ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയിൽ നിന്നെല്ലാം നമ്മളൊരു വലിയ നിഗമനത്തിലേക്കെത്തുകയാണ്. അതെ, എനിക്കറിയേണ്ടത് ഈ ചർച്ച കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ അവസാനത്തെ വാചകത്തെ എങ്ങനെയാണ് സ്വന്തം ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളേണ്ടതെന്നാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ പ്രകൃതിയുടെ കഥയെ ഈ അവസാനത്തെ വരി എങ്ങനെയാണ് കൂട്ടിച്ചേർക്കുന്നത്? നമ്മൾ ഇതുവരെ സംസാരിച്ചതെല്ലാം ഒരു പ്രക്രിയയെക്കുറിച്ചാണ്. അതായത് ജലം വരുന്നു, ഭൂമി ഇളകുന്നു, വിത്ത് മുളയ്ക്കുന്നു. ഈ അവസാന വരി നമ്മുടെ ശ്രദ്ധയെ ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റി ആ പ്രക്രിയകൾക്കെല്ലാം കാരണമായ ശക്തിയുടെ യഥാർത്ഥ ഉറവിടത്തിലേക്ക് പൂർണ്ണമായും കേന്ദ്രീകരിക്കുകയാണ്. ആ പ്രോസസ്സിൽ നിന്ന് സോഴ്സിലേക്കൊരു മാറ്റം. കൃത്യം. ശ്രോതാവ് മനസ്സിലാക്കേണ്ടത് ഇതാണ്: പ്രകൃതിയിലെ ഈ നിയമങ്ങളൊന്നും സ്വയമേവ ഉണ്ടായതല്ല. വരണ്ട ഭൂമി ജീവൻ പ്രാപിക്കുന്നത് അതിന് സ്വന്തമായി ആ കഴിവുള്ളതുകൊണ്ടല്ല, മറിച്ച് ആ കഴിവ് അതിന് നൽകപ്പെട്ടതുകൊണ്ടാണ്. ഈ ഡിസൈനിന് പിന്നിൽ ഒരു ഡിസൈനറുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ സിഫ്രയിൽ സ്വയം എക്സ്ട്രാക്റ്റ് ആളുന്നതല്ല, അതിനൊരു സോഫ്റ്റ്വെയർ വേണം, ആ സോഫ്റ്റ്വെയർ എഴുതിയ ഒരു പ്രോഗ്രാമറും വേണം എന്ന് പറയുന്നത് പോലെ. അതെ, കൃത്യമായി പറഞ്ഞാൽ അതുതന്നെയാണ്. നിങ്ങളുടെ മുന്നിലുള്ള അസാധ്യമെന്ന് തോന്നുന്ന ഒരു സാഹചര്യം മാറുമോ എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടെങ്കിൽ ഈ അവസാന വരി നിങ്ങൾക്ക് വലിയൊരു ഉറപ്പാണ് നൽകുന്നത്. നിങ്ങളെ പരിമിതപ്പെടുത്തുന്ന സാഹചര്യങ്ങളെക്കാൾ വളരെ വലുതാണ് ആ പ്രക്രിയകളെ നിയന്ത്രിക്കുന്ന ശക്തി എന്നിത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. പ്രകൃതിക്ക് പുനർജീവൻ നൽകുന്നതുപോലെ മനുഷ്യർക്കും പുനർജീവൻ നൽകാൻ കഴിയുന്ന ആ ശക്തിക്ക് യാതൊരു പരിമിതികളുമില്ല എന്ന അന്തിമ സത്യമാണിത് നൽകുന്നത്. ശരിക്കും മനുഷ്യന്റെ പരിമിതികളെ സ്രഷ്ടാവിന്റെ അപാരമായ കഴിവുവെച്ച് അളക്കരുത് എന്നതാണ് ഇതിലെ പ്രധാന പാഠം. ഇതൊരു വലിയ ആശ്വാസം കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ കുറഞ്ഞ വാക്കുകളിൽ ആരംഭിച്ചൊരു ചിന്ത നമ്മളെ എത്ര വലിയൊരു യാത്രയിലൂടെയാണ് കൊണ്ടുപോയത്. നമ്മൾ തുടങ്ങുമ്പോൾ വെറും വിണ്ടുകീറിയ മണ്ണിലേക്ക് നോക്കി നിരാശപ്പെടുന്നതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. അതെ, പിന്നീട് അവിടെ പെയ്യുന്ന മഴത്തുള്ളിയിലൂടെ ആ ഉറങ്ങിക്കിടന്ന വിത്തുകൾ ഹൈഗ്രോസ്കോപ്പിക്കായി വികസിക്കുന്നതും ജീവൻ ഇളകിമറിയുന്നതും നമ്മൾ കണ്ടു. തുടർന്ന് ആ പ്രകൃതിയുടെ പ്രതിഭാസം യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ജീവിതത്തിന്റെയും മരണാനന്തര ജീവിതത്തിന്റെയും കൃത്യമായ കണ്ണാടിയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. ആ യുക്തിപരമായ കുതിപ്പ് നമ്മൾ പരിശോധിച്ചു. ഒടുവിൽ ഇതെല്ലാം സാധ്യമാക്കുന്ന സ്രഷ്ടാവിന്റെ അപാരമായ ശക്തിയിൽ നമ്മൾ എത്തിനിൽക്കുന്നു. നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഭൗതിക ലോകത്തെ ഉപയോഗിച്ച് നമുക്ക് കാണാൻ കഴിയാത്ത വലിയ അദൃശ്യ സത്യങ്ങളെ യുക്തിസഹമായി വിശദീകരിക്കുന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണിത്. അതെ, ലോകത്തെ വെറുതെ കാണുക മാത്രമല്ല, നിരീക്ഷിക്കാൻ പഠിക്കുക എന്നതാണ് ഇതിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ട വലിയ പാഠം. ഓരോ മഴത്തുള്ളിയിലും മുളയ്ക്കുന്ന ഓരോ വിത്തിലും വലിയ അർത്ഥങ്ങളുണ്ട്. ആ നിരീക്ഷണം തന്നെയാണ് നമ്മളെ എപ്പോഴും മുന്നോട്ട് നയിക്കുന്നത്. ഈ അനാലിസിസ് നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാനായി ഞാനൊരു കാര്യം വിട്ടുതരികയാണ്. വരണ്ടുണങ്ങിയ ആ ഭൂമി ശരിക്കും മരിച്ചതായിരുന്നില്ല എന്നും അത് ജീവൻ തുടിക്കാൻ വേണ്ടി കേവലം കുറച്ചു വെള്ളമെന്ന ആ ഉത്തേജകനായി, ആ കാറ്റലിസ്റ്റിനായി കാത്തിരിക്കുക മാത്രമായിരുന്നു എന്ന് നമ്മളിപ്പോൾ കണ്ടു. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ വരണ്ടുപോയെന്നോ ഇനിയൊരു മാറ്റവുമില്ല എന്നോ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ടാകാം. ഒരുപക്ഷേ അതൊരു ബന്ധമാകാം, നിങ്ങളുടെ കരിയറാകാം, നിങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിച്ച നിങ്ങളുടെ തന്നെ ഒരു സ്വപ്നമാകാം. അവിടെ ആഴത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ജീവന്റെ വിത്തുകളെ തൊട്ടുണർത്താൻ, പുതിയൊരു സാധ്യത കൊണ്ടുവരാൻ ആവശ്യമായ ആ ജലം അഥവാ ആ ഉത്തേജകം എന്തായിരിക്കും? അതൊരു വലിയ ചോദ്യമാണ്. ചിലപ്പോൾ അതൊരു പുതിയ കാഴ്ചപ്പാടാകാം, നിങ്ങളെടുക്കുന്ന വളരെ ചെറിയൊരു തീരുമാനമാകാം, അതുമല്ലെങ്കിൽ ഒരു ചെറിയ പ്രതീക്ഷയാകാം.
നിങ്ങളുടെ ജീവിതത്തിലെ ആ വരണ്ട ഭൂമി വീണ്ടും പൂക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞേക്കാം. ആ ഒരൊറ്റ മഴത്തുള്ളിക്കായി നമുക്ക് കാത്തിരിക്കാം. ഈ ഡീപ്പ് ഡൈവിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി.